എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ 9th month പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ, ഓഫ് കോഴ്സ്. And thank you so much. First of all, thanks to Arfaz for making me a part of a project like this. And also അതിലും എനിക്ക് അർഫാസിന് ഞങ്ങളൊരു ലൈവ് സൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പം അവിടെ ട്യൂണീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും. അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും. അപ്പം ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ബീഗിനിങ് തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു വൈ ഡോണ്ട് യു സിംഗ്. പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് മൊമെന്റിന് എനിക്കൊരു കോൺഫിഡൻസ്, ഓക്കെ ഐ സീ അർഫാസ്, ഐ സീ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് പ്രഗ്നന്റ്, മാരേജ് ഹാപ്പൻഡ്, ആൻഡ് സംഹൗ ഐ തിങ്ക് ഫിലിം റിലീസ് ആവാറായി. അപ്പോൾ പിന്നെ അർഫാസ് സംസാരിച്ചപ്പോൾ ഐ വാസ് ഇൻ മൈ 9th month. ആൻഡ് ദെൻ എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം, ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി. ഐ തോട്ട് ഓക്കെ ഐ ഗിവ് ഇറ്റ് എ ട്രൈ. എന്തായാലും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡഡ് ദിസ് സോങ്. ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ. I don't think like I would have been this comfortable with anybody else. കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ്. അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട്, ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി. ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ നോട്ട് ബാഡ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വൈ ഡോണ്ട് യു സിംഗ് എ സോങ്, വൈ ഡോണ്ട് യു സിംഗ് എ സോങ്. ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പം അത്ര വലിയ പാട്ടായിരുന്നല്ല. I think it has come out okay, but it was a very a moment that I would always cherish. And talking about this film, yes, of course, I miss my co-stars Asif and Sharifuddin. Tunisiaയിലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിൻ്റെ ഷൂട്ടിംഗ്. ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോർ ഫെദർ ടു ദ ക്യാപ്പ് ആയിരിക്കും ഈ ക്യാരക്ടർ. ആൻഡ് ഇത് അർഫാസി സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്ഡ് എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ജിത്തു സാറാണ് എന്നെ വിളിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് അർഫാസ് ടോൾഡ് മീ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം അർഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി. ബിക്കോസ് ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ്. ആൻഡ് ഐ thoroughly enjoyed shooting for this film. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. അപ്പം അതിൻ്റേതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം വി വർ വെരി ലിമിറ്റഡ് ക്രൂ. ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു 25 days വി ഹവ് ഗിവൺ അവർ ബെസ്റ്റ്. എല്ലാവരും ഇതിൻ്റെ DOP അപ്പു പ്രഭാകർ, he's done a brilliant job. And then all the other technicians ഇതിൻ്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത Alan, then music director Vishal sir, like, and അവിടെ ഉണ്ടായിരുന്ന all the assistant directors and all the crew members, production, everybody, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്ന് അറിയത്തില്ല. ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ്. ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ. ആൻഡ് ഒരു എക്സ്പെരിമെൻ്റൽ ജോണർ ആണത്. ഹോപ്പ്ഫുള്ളി ഇപ്പം മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ. And biggest thanks to Ramesh Pillai sir, our producer, who is been backing our film. And sir inde aduthunnu huge support aanu, inginthe oru film
ട്യൂണീഷ്യയിൽ ലൈക്ക് ഷീ സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. സോ ഐ ഹോപ്പ് we have a good film, and I hope God's blessings is also upon us. And എന്തായാലും റിലീസിന് ഇനി I think this is my last event before my delivery, I hope so. അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. I would be missing it because ഞാൻ എൻ്റെ കരിയറിൽ ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. ആൻഡ് വർക്കിംഗ് വിത്ത് അർഫാസ്, ഹീസ് എ ബ്രില്യൻ ഡയറക്ടർ. ജിത്തു സാറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഓർ റൈറ്റ് ഹാൻഡ് ഓർ whatever, like we have seen his contribution ജിത്തു സാറിൻ്റെ ഫിലിമിൽ തന്നെ. ആൻഡ് അർഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ, ഹി ഈസ് സോ ടാലൻറ്റഡ്. ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അർഫാസ് he was really pushing all of us out of our comfort zone. ഇപ്പോൾ ആസിഫ് ആയാലും ഞാനാണെങ്കിലും ഷറഫ് ആണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിലല്ലാതെ he would really push us to explore something in us as actors. അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിങ്ങിൽ മാത്രമല്ല, ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിത്തിങ്, ഐ തിങ്ക് അർഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിൻ്റെ ഡെബ്യൂയുടെ ഭാഗമാകാൻ സാധിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഐ എം വിഷിംഗ് our film level cross, and എല്ലാവർക്കും all the best, and thank you so much for coming here and supporting us. Thank you. അമല എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു സേതാമേനു ശേഷം അമലയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചറായിട്ട്. എന്താണ് സത്യം പറഞ്ഞാൽ ഇൻസ്പിറേഷൻ എന്താണ് ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും വളരെ ആക്റ്റീവായി നിൽക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടുണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ്, യുനോ. അപ്പം അതും എല്ലാം അലൈൻഡ് ആയല്ലോ. എൻ്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്. അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഐ എം ജസ്റ്റ് എംബ്രേസിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്. ലാസ്റ്റ് പടം ആടുജീവിതം, അതൊരു മരുഭൂമി റിലേറ്റ് ചെയ്ത് സർവൈവിങ്, ഇത് മരുഭൂമി റിലേറ്റ് ചെയ്ത് ഒരു സർവൈവിങ് ത്രില്ലർ ഒരു ചിത്രമാണ്. അതെ, എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ. അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിൽ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ ബ്ലസ്സേട്ടനൊക്കെ മെസ്സേജ് അയച്ചു, ഓഫ് നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധിച്ചായിരുന്നു. അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, അർഫാസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം, ത്രില്ലർ. ആസിഫ് അലിയുടെ ഒരു വലിയൊരു മേക്ക് ഓവർ ഈ സിനിമയിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അമല പോളിന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ഫീമെയിൽ ലീഡിന് വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഹോംവർക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട്? മെയിൻലി ഞങ്ങൾക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് ട്രെയിനിങ് സെഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അസ്ഫലിക്ക് സ്റ്റോറി നറേറ്റ് ചെയ്ത് ലൈക്ക് ചില ഫിലിംസ് ഒക്കെ നമ്മൾ ആസ് സൂൺ ആസ് കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും, യെസ് യുനോ, ലൈക്ക് ആ ഒരു സമയത്ത് എസ്പെഷ്യലി ഓൾസോ അർഫാസിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം കൂടെ എനിക്ക് തോന്നുന്നു, എനിക്ക് ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന എല്ലാം ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ജോണേഴ്സും ആയിരുന്നു. അപ്പൊ ഞാൻ ട്രെയിൻഡ് ഔട്ട് ആയിരുന്നു, ലൈക്ക് ഈ സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ്, ഐ വുഡ് റാദർ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിൽ. ആൻഡ് ജിത്തു സാർ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് കഥയും കൂടെ കേട്ടെങ്കിൽ ഞാൻ ഭയങ്കര ത്രില്ഡായി. അതായത് നമ്മള് കറക്റ്റ് ആയിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനത്തെ സീൻസ്, ഇങ്ങനത്തെ സെറ്റിംഗ്, ഇങ്ങനത്തെ സ്റ്റോറി, അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ, അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്.
ആൻഡ് സ്റ്റോറി കേട്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അർഫാസിന്റെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. അർഫാസ്, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇത് ലൈവ് സൗണ്ട് ചെയ്യണം, നമുക്ക് സിംഗ് സൗണ്ട് തന്നെ ചെയ്യണം. അപ്പൊ എനിക്ക് അർഫാസിന് അപ്പൊ അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് നമ്മൾ എബ്രോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഷൂട്ടിംഗ് കണ്ടീഷൻസ് സിംഗ് സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ബട്ട് യുനോ അപ്പം ഈ സിംഗ് സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ആൻഡ് ഞാനും ആസിഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്യൂണീഷ്യൽ ആക്ടേഴ്സ് ആയിട്ട്. ആൻഡ് ദെൻ ഷറഫുദ്ദീൻ ജോയിൻസ് ലേറ്റർ. അപ്പം ഇനോ ഒരു ഭയങ്കര ഒരു കണ്ടംപററി സെറ്റിംഗ് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ഡെവലപ്പ് ചെയ്തത്. ഞങ്ങൾ സംസാരിച്ച് ആസ് ആക്ടേഴ്സ് വി ഓൾ സാറ്റ് ടുഗദർ ആൻഡ് ഞങ്ങൾ തന്നെയായിരുന്നു ഡയലോഗ്സ് ഒക്കെ കുറെ ഞങ്ങളുടെ രീതിയിൽ. ആ ക്യാരക്ടർ, ഇപ്പൊ എന്റെ ക്യാരക്ടർ എന്റേതായ ഒരു ആസ് യു കെൻ സീ ഇറ്റ്സ് എ മോഡേൺ ക്യാരക്ടർ. അപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് സൈക്കോളജിക്കൽ ത്രില്ലർ എന്നും പറയാൻ പറ്റും. അപ്പം എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ മെന്റൽ ഹെൽത്ത് ജേർണിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻപുട്സ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് അർഫാസായിട്ട് ഡിസ്കസ് ചെയ്യും ആൻഡ് ഞങ്ങൾ അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി. അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇറ്റ് ബിക്കേം വെരി ക്ലോസ് ടു അസ്. പിന്നെ ലൈക്ക് ഐ സെഡ് ഈ ഒരു കോസ്റ്റ്യൂമാണ് ത്രൂ ഔട്ട് യുനോ ലൈക്ക് ആൻഡ് ഐ തിങ്ക് സ്പെഷ്യാലിറ്റി ആണ് അല്ലേ? You don't want to say that? Okay. Can't reveal so much, but കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒത്തിരി കുറെ സ്പെഷ്യാലിറ്റീസും കൂടെ ഉണ്ട് ഇതില്. അപ്പം ഐ വാസ് ജസ്റ്റ് ബീയിങ് മൈസെൽഫ്. ലൈക്ക് അവിടെ മേക്കപ്പോ ഹെയറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഓൺലി ഡിഡ് മൈ മേക്കപ്പ്. ഹെയർ വാസ് ഹൗവർ മൈ ഹെയർ വാസ്. പിന്നെ സോ ഇറ്റ് വാസ് വെരി ഈസി. ഐ വാസ് ജസ്റ്റ് ബീയിങ് ചൈതാലി, ലൈക്ക് ഒരു ഫ്ലോ ആയിരുന്നു അത്. ആൻഡ് ആസിഫിനെ കാണുമ്പോൾ ആസിഫായിട്ട് എനിക്ക് തോന്നില്ല ഒരിക്കലും, പ്രത്യേകിച്ച് ആ പല്ല് കൊണ്ട് ചിരിച്ചു കഴിയുമ്പോൾ ഹി വാസ് ഹിസ് ക്യാരക്ടർ. ആൻഡ് സിംഗ് സൗണ്ട് ആയിരുന്നു. സിംഗ് സൗണ്ടിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗ് സൗണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. സിംഗ് സൗണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ആൻഡ് നമ്മളൊരു ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ് ആയിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോൾ തന്നെ. സിംഗ് സൗണ്ട് ആണെങ്കിൽ ഡബിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയലോഗ്സ് പറയണം, ഡയലോഗ് ഡെലിവറി കറക്റ്റ് ആയിരിക്കണം. അപ്പം there is so much of preparation that goes. ഡബിങ് ആണെങ്കിൽ actors tend to be a little lazy. ഡബിങ്ങിൽ കറക്റ്റ് ചെയ്യാന്നുള്ള ഒരു സാധനം ഉണ്ടാവും. ഒരു 100% എഫേർട്ട് ആണ് സിംഗ് സൗണ്ടിൽ ഇടേണ്ടത്. അപ്പം അതെല്ലാം ഇറ്റ് ഓൾ ഹെൽപ്ഡ് വെരി മച്ച്. കഴിഞ്ഞ ദിവസം അഞ്ജലി മേനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തിരുന്നു. അതായത് മലയാള സിനിമയിലെ നടിമാരെവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ റീസെന്റ് ഹിറ്റായ ആവേശമാണേലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും ഇതില് ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് വന്നിട്ടില്ല. സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്? ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നടിയാണ്. മറ്റുള്ള നടിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യാൻ, ഈവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരെ ബാക്ക് ഓഫ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ളൊരു മറുപടി? I think ആ ചോദ്യത്തിന്റെ ഏറ്റവും നല്ല ഉത്തരം is our film, Level Cross. When it will come, അത് ആ ഒരു എന്താ പറയാ, that will answer the question. മലയാള സിനിമയിലെ നടിമാർ എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവായിരിക്കും ലെവൽ ക്രോസ്. Yes, definitely. അങ്ങനെ പ്രതീക്ഷിക്കാം.